ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഭാര്യ സൗദ റളിയല്ലാഹു അൻഹ നബിയെ കാണാൻ വേണ്ടിയിട്ട് ഐഷാ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. ഐഷാ ബീവിയാണ് റിവായത്ത് ചെയ്യുന്നത്. അപ്പൊ സൗദ എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ അടുക്കൽ വന്നിരുന്നു. എന്റെയും സൗദയുടെയും നടുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ള അവരുടെ നടുക്ക് ഇങ്ങനെ ചമ്രം പടഞ്ഞിരിക്കുകയായിരുന്നു. നബിതങ്ങളുടെ ഒരു കാല് ഫി ഹിജ്രി, ഐഷാ ബീവി പറയാ, എന്റെ മടിയിലായിരുന്നു. നബിതങ്ങളുടെ മറ്റേ കാല് സൗദ ബീവിയുടെ മടിയിലായിരുന്നു. അപ്പൊ റസൂലുള്ള നടുക്കിരിക്കുന്നു. ഈ ഭാഗത്ത് ഐഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നു, ഈ ഭാഗത്ത് സൗദ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നു. അപ്പൊ ഞാൻ അന്ന് ഒരു പ്രത്യേക തരം ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അപ്പൊ സൗദ വന്നപ്പോ ഞാൻ സൗദയോട് പറഞ്ഞു, കുലി, നിങ്ങളൊന്ന് തിന്നു പറഞ്ഞു. ഫഅബത്, അവര് വിസമ്മതിച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. നബിതങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്തപ്പോ അവര് വേണ്ടാന്ന് പറഞ്ഞപ്പം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവരോട് പറഞ്ഞു, കുലീന ഔല ഉൽത്തിഖന്ന വജ്ഹക്കി, നിങ്ങളിത് തിന്നുക തന്നെ വേണം, അതല്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളുടെ മുഖത്ത് തേക്കു കേട്ടോ എന്ന് പറഞ്ഞു. റസൂൽ അടുത്തുണ്ട്. അപ്പൊ ഫഅബത്, അവർക്കും വാശിയായി. അവർ വീണ്ടും വിസമ്മതിച്ചു, ഞാൻ ഇത് തിന്നൂല എന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ ഭക്ഷണം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് ആഞ്ഞ് ഇപ്പുറത്തിരിക്കുന്ന സൗദയുടെ മുഖത്തേക്ക് അതിങ്ങനെ തേച്ചു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽഹഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നബി എന്ത് ചെയ്തെന്നറിയോ? സൗദയുടെ മടിയിൽ വെച്ചിരുന്ന ഈ കാല് പതുക്കെ ഇങ്ങനെ ഉയർത്തി. എന്നിട്ട് ഞാൻ ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ മേലെ വെച്ചിരുന്ന കാല് കുറച്ചിങ്ങനെ അമർത്തി. എന്നിട്ട് നബി തങ്ങൾ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ മാറിയിട്ട് തിരിച്ചതേപോലെ സൗദക്ക് പ്രതികാരം എടുക്കാൻ വേണ്ടി തിരിച്ചു ചെയ്യാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇത് മനസ്സിലാക്കിയിട്ട് സൗദ മുന്നോട്ടേക്ക് ആഞ്ഞ് എന്റെ പാത്രത്തിൽ നിന്ന് ആ ഭക്ഷണ സാധനം എടുത്തിട്ട് എന്റെ മുഖത്തും ഇങ്ങനെ തേച്ചു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽഹഖ്, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഈ കളിയും തമാശയൊക്കെ കണ്ടിട്ട് സന്തോഷത്തോടുകൂടി ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, യാ അബ്ദുല്ലാഹിബ്നു ഉമർ, യാ അബ്ദുല്ലാഹിബ്നു ഉമർ. നോക്കുമ്പോൾ ആരുടെ ആ ശബ്ദം? ഉമർ റളിയല്ലാഹു അൻഹു ആ പരിസരത്ത് തന്റെ മകൻ അബ്ദുള്ളയെ അന്വേഷിച്ചിങ്ങനെ നടക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം പുറത്ത് കേട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മട്ടും ഭാവവും ഒക്കെ മാറി. നബിതകളുടെ മുഖത്ത് നിന്ന് ആ ചിരി മാറിയിട്ട് ഹൈബത്ത് വന്നു. നബിതകൾ പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, കുമാ ഫഗ്സില വുജൂഹകുമാ, പെട്ടെന്ന് എഴുന്നേറ്റോ, വേഗം പോയി മുഖം കഴുകിക്കോ. ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹിജാബ് ഇറങ്ങുന്നതിന് മുമ്പാട്ടോ, ഉള്ളിൽ വരുമെന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് പോയിട്ട് മുഖം കഴുകിക്കോ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹൈബത്തിലായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൈബത്ത്, വഖാറ്, ആ ഗാംഭീര്യം, അതൊക്കെ ഒരു സംഭവം തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോലും ഉമറിന്റെ ഹൈബത്ത് ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ മുഖഭാവം അങ്ങനെ തന്നെ മാറിയതാ. പെട്ടെന്ന് പോയി മുഖം കഴുകി, ഉമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ സിൽതു അഹാബു ഉമറ റളിയല്ലാഹു അൻഹു ബിഹൈബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതകൾക്കുണ്ടായ ആ ഹൈബത്ത് കണ്ടിട്ട് അതിനുശേഷം പിന്നെ എപ്പോഴും എന്റെ മനസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഒരു ഹൈബത്ത് ഉണ്ടായിരുന്നു. ഹൈബത്തിന്റെ അർത്ഥം ബഹുമാനത്തോടു കൂടിയുള്ള പേടിയെന്നാണ്. അതിനുശേഷം എപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനത്തോടു കൂടിയുള്ള ഒരു പേടി തോന്നിയെന്ന ഈ സംഭവം ഇമാം നസായി തന്റെ സുനനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ വളരെ ഹസനായ സനദോടുകൂടി പരമ്പരയോടുകൂടി ഉദ്ധരിക്കുന്നുണ്ട്.